ബോസ് സീസൺ 6-ലെ ജാസ്മിൻ ഗബ്രി കോംബോ പിരിയാൻ പോവുകയാണ്. എന്താണ് ഇതിനു മാത്രം സംഭവിച്ചതെന്നല്ലേ? അതിനുള്ള മെയിൻ റീസൺ സായ് കൃഷ്ണ തന്നെയാണ്. വൈൽഡ് കാർഡായി എത്തിയ സായ് ജാസ്മിനെ ചുറ്റിപ്പറ്റി പുറത്തു നടന്ന സംഭവങ്ങൾ പറഞ്ഞത് തന്നെയാണ് പ്രധാന പ്രശ്നം. വീടിനുള്ളിലെ ഗബ്രിയുമായുള്ള കണക്ഷൻ പുറത്ത് തന്റെ ഫാമിലിയെയും പാർട്ട്ണറെയും നെഗറ്റീവായി ബാധിച്ചതും ഭാവി വരൻ വിവാഹത്തിൽ നിന്ന് പോലും പിന്മാറണമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതും ജാസ്മിനെ ഇമോഷണലി വീക്കാക്കിയിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഈ ഒരാഴ്ച മുഴുവൻ ജാസ്മിൻ മെന്റലി ഡൗൺ ആയത്. ക്യാപ്റ്റൻ ആയിരുന്നിട്ട് പോലും വേണ്ടത്ര പെർഫോം ചെയ്യാൻ ജാസ്മിന് കഴിയുന്നില്ല. ഇവയ്ക്കെല്ലാം കാരണം ഗബ്രിയുമായുള്ള കണക്ഷൻ ആണെന്നാണ് ജാസ്മിൻ നിലവിൽ കരുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 9 വർഷമായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോഴും അതിന് മാറ്റം സംഭവിച്ചിട്ടില്ലെന്നും അതുപോലെ ബിഗ് ബോസ് വീട്ടിലും ഈ അവസ്ഥ തന്നെയാണെന്നും അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് എലിമിനേഷനിൽ തനിക്ക് പുറത്താകണമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, താൻ പോയാലാണ് ഗബ്രിക്ക് ഗെയിം കളിക്കാൻ പറ്റുകയുള്ളൂ എന്നും എന്ത് സംഭവിച്ചാലും അതിന്റെ കാരണമായി തീരുന്നത് താനാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ജാസ്മിൻ ഏത് വിധേനയും ഗബ്രിയെ ഒഴിവാക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഗബ്രിയെ ഒഴിവാക്കി ഒരുപക്ഷെ സ്വന്തമായി ഗെയിം കളിക്കുക എന്ന ഉദ്ദേശം തന്നെയായിരിക്കണം ഇതിന് പിന്നിലുണ്ടാവുക. അതുമല്ലെങ്കിൽ പുറത്തുള്ള നെഗറ്റീവ് ഇമേജ് മാറ്റിയെടുക്കുക എന്നതുമാകാം. സത്യത്തിൽ ഇമോഷണലി വീക്കാക്കുക എന്ന ഉദ്ദേശത്തിലാണ് സായ് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് ജാസ്മിൻ ചിന്തിക്കാത്തതാണ് പ്രധാന പ്രശ്നം. ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ജാസ്മിനുമായുള്ള സൗഹൃദം അല്ലെങ്കിൽ പ്രണയം വാട്ടെവർ അത് ഒഴിവാക്കാൻ താല്പര്യമില്ല. 100 ദിവസമെങ്കിൽ 100 ദിവസം ജാസ്മിനോടൊപ്പം ഗെയിം കളിക്കണമെന്ന് തന്നെയാണ് ഗബ്രിയുടെ ആഗ്രഹം. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ജാസ്മിനെ പരമാവധി മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്ട്രോങ് ഗെയിമർ ആയതുകൊണ്ട് ഇമോഷണലി ടാർഗറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഓരോ കാര്യങ്ങളും പുറത്തുനിന്ന് വന്നവർ പറയുന്നതെന്നും അതിൽ പോയി അകപ്പെടരുതെന്നും ഇനിയെങ്കിലും താൻ പറയുന്നത് കേൾക്കാൻ ഗബ്രി നാഴികയ്ക്ക് 40 വട്ടം ജാസ്മിനോട് പറയുന്നുണ്ട്. കൃത്യമായി വന്നവരുടേതുൾപ്പെടെ ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കിയാണ് ഗബ്രി ഇക്കാര്യങ്ങൾ പറയുന്നത്. വൈൽഡ് കാർഡായി വന്നവർ തന്നെയും ജാസ്മിനെയും തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന സംശയം ഋഷിയോട് ഗബ്രി ഒരിക്കൽ പറഞ്ഞിരുന്നു. തന്നെയും ജാസ്മിനെയും തെറ്റിക്കാനാണ് വന്നിട്ടുള്ളവരുടെ ലക്ഷ്യമെന്നും അതിനുവേണ്ടി അവർ ചെയ്യുന്നത് അവളെ വേദനിപ്പിക്കുകയാണ്, പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ തളർത്തുന്നുണ്ടെന്നൊക്കെയാണ് ഗബ്രി ഋഷിയോട് അന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജാസ്മിന് ഇക്കാര്യമൊന്നും തലയിൽ കയറിയിട്ടില്ല. ഇന്നലെ ഈദ് വിഷ് പറയുന്നതിനായി ഉമ്മയുടെയും ഉപ്പയുടെയും അതായത് ഫാമിലിയുടെ ഒരു വീഡിയോ കണ്ടതോടുകൂടി വീണ്ടും ജാസ്മിൻ ഡൗൺ ആയ അവസ്ഥയാണ്. മനസ്സിന് ദേഷ്യം വെച്ച് സംസാരിക്കുന്നത് പോലെയാണ് ജാസ്മിൻ കരുതിയിരിക്കുന്നത്. ഇതും കൂടി ആയ സ്ഥിതിക്ക് ജാസ്മിൻ ഗബ്രിയെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ ഇരുവരെയും ഒരുമിച്ച് കാണുന്നത് തന്നെ അപൂർവമാണ്. മുൻപ് 24 മണിക്കൂർ ഒരുമിച്ചിരുന്നവരെ ഇപ്പോൾ വല്ലപ്പോഴുമാണ് സംസാരിക്കുന്നത് തന്നെ. സ്ക്രീൻ സ്പേസും വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ തൊട്ടടുത്തിരുന്നിട്ടും ഗബ്രി ജാസ്മിനെ മൈൻഡ് ചെയ്തിരുന്നില്ല. ശ്രീധുവിനോടാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. ഇവയിൽ നിന്നെല്ലാം രണ്ടുപേർക്കും ഒരു മാറ്റം വന്നതുപോലെ അല്ലെങ്കിൽ അകൽച്ചയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പ്രേക്ഷകരുൾപ്പെടെ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ജബ്രി കോംബോ തകരുമോ അതോ പഴയപടി മുൻപോട്ട് പോകുമോ എന്നൊക്കെ കണ്ടറിയാം.